ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ ജസ്റ്റ് നമ്മളുടെ ഒരു ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട് 105 ക്വാണ്ടിറ്റിയാണ് ജസ്റ്റ് എൻട്രി എടുത്തത്. 53,900 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. വളരെ സിമ്പിൾ ആയ ഒരു ലോജിക്കലാണ് ട്രേഡ് എടുത്ത്. ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോമായി. ആ ഡബിൾ ടോപ്പിൻ്റെ ഫോർമേഷന് ശേഷം ബ്രേക്ക് ഔട്ടിൻ്റെ റീടെസ്റ്റിലാണ് ട്രേഡിൽ എൻട്രി എടുത്ത് താഴത്തേക്ക് പോകുന്നുള്ളൊരു കൺവിക്ഷനാണ് ട്രേഡിൽ എൻട്രി എടുത്തിരിക്കുന്നത്. ഒരു പാറ്റേൺ, ജസ്റ്റ് ഒരു പാറ്റേണിൻ്റെ മാത്രം ഫോർമേഷനെ ബേസ് ചെയ്താണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തേക്കണം. നമ്മളുടെ ഈ ഡബിൾ ടോപ്പിൻ്റെ ഹെഡിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളത്, ടോപ്പിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഏകദേശം ഒരു 86 പോയിൻറ്റ്സോളം നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും കൊടുക്കാൻ നമ്മൾ ഏതായാലും വില്ലിങ് അല്ല. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ കൂടി നമുക്ക് ഏറ്റവും അടുത്ത സ്പോട്ടിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു 52 പോയിൻറ്റ്സ് ഈ ഒരു ക്യാൻഡിലിൻ്റെ, ഈ ഒരു റിജക്ഷൻ വന്ന ക്യാൻഡിലിൻ്റെ ടോപ്പിൽ കൊണ്ട് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ഗ്രീൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതിൽ ഞാൻ വളരെ സോറി ചോദിക്കുന്നു. അത് ഞാനത് പറഞ്ഞിരുന്നതാണ് ഓൾറെഡി. നമ്മളുടെ വേറെ ബിസിനസ്സും കൂടെ റൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടായിരുന്നു, ഓണം സീസൺ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് പ്രോപ്പർലി ട്രേഡിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഒരു 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് ആ റീടെസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് റിജക്ഷൻ കാണിച്ചായിരുന്നു. ആ റിജക്ഷനിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തത്. സോ എക്സാക്ട്ലി നമുക്ക് നമ്മളുടെ അത് സ്റ്റോപ്പ് ലോസ് സെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ചെറിയൊരു വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റീടെസ്റ്റ് കഴിഞ്ഞ് താഴത്തോട്ട് വന്നപ്പോഴത്തേക്കാണ്, റീടെസ്റ്റ് ആക്ച്വലി എടുത്തില്ല, അതിന് മുന്നേ മാർക്കറ്റ് ഫോൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, റിജക്ഷൻ കാണിച്ചപ്പോഴാണ് നമ്മളുടെ അത്രയും നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫോമായിട്ടും പ്രീമിയത്തിൽ ഒരു സ്പൈക്ക് ഇല്ല. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് താഴത്തോട്ട് പോവാൻ ചാൻസസ് കുറവാണെന്നാണ്. ഇനിയിപ്പം നമ്മളുടെ ഒരു ഡിസൈഡ് പോയിന്റിലെത്തിയാൽ മാത്രം നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ പ്ലേസ് ചെയ്ത പോലെ തന്നെ ഒരു 52 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്ലേസ് ചെയ്യാം. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റ് ജസ്റ്റ് ഒരു റെഡിലേക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് റിസ്ക് എടുക്കണ്ട, നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. മാർക്കറ്റിൽ 365 ആണ് നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയത്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ 341ഉം 342ഉം വച്ചേക്കാം. ജസ്റ്റ് ഒരു ചെറിയൊരു നെഗറ്റീവ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് എനിക്ക് തോന്നുന്നില്ല ഇതൊരു പ്രോഫിറ്റബിൾ ട്രേഡ് ആയിരിക്കുന്നു. കാരണം അത്രയും താഴത്ത് മാർക്കറ്റ് വന്നതിന് ശേഷവും മാർക്കറ്റിലൊരു പ്രീമിയത്തിലൊരു സ്പൈക്ക് ഇല്ലായിരുന്നു, പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്നില്ലായിരുന്നു. സോ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് പോകാൻ സാധ്യതയില്ലെന്നാണ്. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നോക്കാം. നിങ്ങൾ പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ ഒന്ന് ഇത് ചെയ്യണം കേട്ടോ. നമ്മളുടെ ടച്ച് വിട്ടുപോയി. നമ്മൾ കുറേ നാളായി ഇപ്പോൾ അല്ലേ, 1-2 വീക്സിന് മേലിലായി നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട്. ഇനി ലോസാണോ പ്രോഫിറ്റാണോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മൾ പഴയ ചെയ്തിരുന്ന പോലെ നമുക്ക് നമ്മളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പം ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ഏതായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റിലൊക്കെ ഇട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ജസ്റ്റ് മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് വളരെ ക്ലോസ് നിയർ ബൈ ആയിട്ടുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനാണ് ഒരു 100% ചാൻസ്. ആ പ്രീമിയത്തിൽ ഇൻക്രീസ് വരാഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അവിടെ റിവേഴ്സിൽ വരാനുള്ള നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. പ്രീമിയത്തിൽ ഇൻക്രീസ് വരാഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതലെന്ന്. ഇപ്പം ഓവറോൾ ഒരു 2500 ലോസ് ഇന്ന് ബുക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ്